കുറ്റവാളി എന്നുള്ളതിന് അർത്ഥം വെച്ചിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. പല പെൺകുട്ടികൾ മാത്രമല്ല, ആണുങ്ങളായാലും ബോയ്സ് ആണെങ്കിലും ഒരുപാട് അനുഭവിക്കുന്ന ഒരു സംഭവം. നമ്മൾ മാക്സിമം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ അച്ഛനമ്മയും പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നെ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നതാണ്. അവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് നല്ലപോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് പറയേണ്ട ഒരു ഇതാണ്. പക്ഷേ മിക്ക മാതാപിതാക്കളും മക്കളെ കയറ്റി വിടുമ്പോൾ അങ്ങനെയല്ല. കുറേ സ്വർണം, അവർക്ക് വേണ്ട കുറേ ഉപദേശങ്ങൾ ഇതൊക്കെ കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുരുക്കപ്പെട്ട് പോകുന്ന ആണുങ്ങളാണ്. എല്ലാ ആണുങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. ആശുപത്രി പറഞ്ഞ മാതിരി സഹദേവൻ്റെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്ക ഇപ്പോൾ എല്ലാ കുടുംബത്തിലും കണ്ടിട്ടുണ്ടാവില്ല. ഒരു പെണ്ണിൻ്റെ അടുത്ത് മാത്രം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പലരും ആണിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ആണുങ്ങളുടെ അടുത്ത് കുറ്റുണ്ട്, പെണ്ണുങ്ങളുടെ അടുത്ത് കുറ്റുണ്ട്. 99% ഇപ്പോൾ ആണുങ്ങളുടെ അടുത്താണെന്ന് വിചാരിച്ചാൽ 98% പെണ്ണുങ്ങളുടെ അടുത്തുണ്ടാവും. അത്രയും ഒരു ഇതിൽ ഉള്ളതാണ്. നൈസ് മൂവിയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിരിക്കാനാണ്. കുടുംബസമേതം എല്ലാ ഫാമിലിയും, അതായത് വിവാഹം കഴിഞ്ഞ ടീമുകളെല്ലാവരും കാണുന്ന ഒരു പടമാണ്. ആസിഫിക്ക് എന്തായാലും തകർത്ത്. എന്ന് വെച്ചാൽ ഓരോ പടം വന്ന് ചേരുമ്പോഴും ആളെ ഒന്ന് 916 ആയിട്ട് കൂടി വരികയാണ്. അത്രയും പെർഫെക്റ്റ്. എല്ലാവരും നന്നായിട്ടുണ്ട്. കാണുന്ന പടമാണ്. നമുക്ക് നമ്മളെയൊക്കെ ലൈഫിൽ നിന്നല്ല, നമ്മളെ അടുത്ത വീട്ടിലും എല്ലായിടത്തും നടക്കുന്ന സംഭവം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് രണ്ട് കൂട്ടരും അത് അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ച് കഴിയണമെന്ന് ഏറ്റവും വലിയ താല്പര്യം. അത് എല്ലാവരും കാണണം. ഈ കോടതിയിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ അത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നവരാണ് ഞങ്ങൾ തീർക്കുക. പിന്നെ എല്ലാം അറിയാമല്ലോ, ഏതെങ്കിലും ഒരു കുരുക്ക് എന്തായാലും വന്ന് ചാടും. അതിനൊക്കെ പറ്റിയിട്ടുള്ള സംഭവമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ടർ എന്തായാലും നല്ല നൈസായിട്ട് പടം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ ലാഗ് ഇതൊന്നുമില്ല. ഒരുപാട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഒന്നും അത് വിട്ടുവിടാൻ പറ്റാത്ത സാധനങ്ങൾ. അത്രയും നമുക്ക് പെർഫെക്റ്റാണ്. ഇമോഷണലി എല്ലാവരും ടച്ച് ചെയ്ത, പ്രത്യേകിച്ച് പുരുഷന്മാരെ ടച്ച് ചെയ്ത് പോകുന്ന മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യുന്നത്. കഥ മാറി ചെയ്യാനുള്ളത്. ഇവിടെ വന്നപ്പോൾ എന്താ അവസ്ഥ? നമ്മുടെ അനുഭവിക്കുന്ന നമ്മുടെ വേദന, നമ്മുടെ ഉള്ളിനുള്ളിൽ സ്വന്തം നടക്കുന്ന ഒരു വേദനയുണ്ട്. എന്താ നമുക്കൊരു പുരുഷന്മാർക്ക് ഒരു അംഗീകാരമില്ല, ഒരു വിലയില്ല, നിലയില്ല. ശരിക്കും ഈ സിനിമയിൽ അത് തന്നെയാണ് പറയുന്നത്. ഇത് പുരുഷന്മാരുടെ കൃത്യമായി പുരുഷന്മാർക്ക് അഡ്രസ് ചെയ്യുന്ന സിനിമയാണ്. ഇത് വിവാദമാണ്. പക്ഷേ സ്ത്രീകൾക്കെതിരെ എന്ന് പറയുമ്പോൾ അവർക്കുള്ള അനാവശ്യമായിട്ടുള്ള നിയമം എന്താണെന്ന് പഠിക്കുക. ഒരു പുരുഷനെന്ന് പറയുമ്പോൾ ഒരു സങ്കല്പമല്ലേ സ്ത്രീകൾക്ക്. അത് കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ഇതൊക്കെ പാലിക്കുക. അപ്പോൾ ഇത്തരം പാലിക്കാത്ത കുറേ സ്ത്രീകൾക്കെതിരെയുള്ള കഥ തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഈ നടനിൽ ഈ സിനിമയിൽ ചെയ്തത്. ഇതിൻ്റെ റൈറ്റിംഗ് മികച്ച റൈറ്റിംഗാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറ ആണെങ്കിലും ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടിയുണ്ട്. ഞാൻ നിങ്ങൾ കാണിച്ചത് ഇതിനെ കുറിച്ചാണ്. എനിക്കിതിന്റെ പേരറിയില്ല. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഭാവിയുള്ള മലയാളത്തിൽ ഞാൻ പറയണം. ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കെല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയാണ്, ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി പറയാണ്, ഇതിന് നല്ല ഭാവിയുണ്ട്. മലയാളത്തിന് നല്ലൊരു നടിയായിട്ട് ഇത് മാറട്ടെ. ഞാൻ പറഞ്ഞതെല്ലാം പ്രവചനം കറക്റ്റാണ്. സൂപ്പർ നടിയാണ്, നല്ല ഭാവിയുണ്ട്. സിനിമ സിനിമയാണ്. അടിപൊളി. പെണ്ണ് നല്ല കിടിലാണ്. എനിക്ക് നായികക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഇതിനെയാണ്. അത്ര നല്ല പെർഫോമറാണ്. എന്തായാലും വിജയിക്കുന്ന സിനിമ. ഇത് ഹിറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു കുടുംബകൂടെ നടക്കുന്ന ഒരു ഇതാണിത്. അത് പിന്നെ പശ്ചാത്തലത്തോട് പോയവർക്കൊക്കെ അറിയാം. നല്ല സിനിമ കേട്ടോ, കുഴപ്പമില്ല. നല്ലൊരു ചിത്രം തന്നെയാണ്. എന്തായാലും നമ്മുടെ ആസിഫ് അലി എന്ന അദ്ദേഹം നല്ലൊരു മികച്ചൊരു കഥാപാത്രം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതിൽ യാതൊരു തെറ്റില്ല. കാരണം നമുക്കറിയാവുന്ന ഓരോരുത്തരിലും സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന പല ആളുകളുടെയും കഥ ഈ സിനിമയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബകോടതികളിലൊക്കെ കയറി നടക്കുന്ന, ഒരുപാട് വർഷങ്ങളായിട്ട് കയറി നടക്കുന്നവർ ഒരു 2-2.5 മണിക്കൂർ ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കാരണം സിനിമയാണ്, അതല്ല ജീവിതം. പക്ഷെ എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഈ സിനിമ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്തായാലും പറ്റും. വേർപിരിയാണ് അല്ലെങ്കിൽ വേർപിരിയാണ്, അവരുടെ ഓരോ ഈ അനുഭവങ്ങളാണ്. എന്തായാലും ഇതൊരു സിനിമ, നല്ലൊരു ചിത്രം തന്നെ. ആ ഡയറക്ടർ നന്നായിട്ട് എടുത്തുണ്ട്. ആസിഫ് അലിയുടെ കാര്യം ഒരു ബെസ്റ്റ് സിനിമ തന്നെയായിരിക്കും ഈ സിനിമ. ധൈര്യപൂർവ്വം വന്നതാണ്. ആഭ്യന്തര കുറ്റവാളിയല്ലേ, നല്ല സൂപ്പർ പടം. ഞാനിപ്പോൾ ഇന്ന് കാണാൻ വന്നതാണ്. രാവിലെ കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം ഷെണാസിൽ പോയിട്ട് ഒരാഴ്ച കാണണം. ഇപ്പോഴത്തെ സമൂഹത്തിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ് ആ ആഭ്യന്തര കുറ്റവാളികൾ പറയുന്നത്. ഈ സിനിമ മെയിനായിട്ട് കാണേണ്ടത് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളിത് മെയിനായിട്ട് കാണണം, ഇതെന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഓരോരോ കുറ്റങ്ങൾ പറയാനായിട്ട്. നല്ലൊരു മൂവിയാണ്. പിന്നെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ഒരു നെഗറ്റീവും ഇല്ല.
ഈ നെഗറ്റീവ് പറയുന്നവർക്കും വന്ന് എൻജോയ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വന്ന് കാണുക. ഒരു ഫാമിലി മൂവിയാണ്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അപ്പോൾ ആസിഫ് അലി, അക്ഷയ് ശോകൻ, ഇതിലെ നായിക എല്ലാം സൂപ്പറായിട്ടുണ്ട്. അവരെല്ലാം ക്യാരക്ടർ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം എൻജോയ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ആരും നിരാശപ്പെടുത്തില്ല. നിങ്ങളുടെ പൈസ വെറുതെ നിങ്ങൾ കൊടുക്കുന്ന പൈസ വെറുതെ പോകില്ല. നല്ല നിങ്ങളുടെ പൈസ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ലാഭമാകും. നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ മനസ്സ് നിറയും. അത്രയ്ക്ക് ഗുഡ് ഫീലുള്ള സിനിമയാണ്. തിയേറ്ററിൽ വരിക, കിടക്കുകയോ അല്ലെങ്കിൽ കാല് കയറ്റി വെക്കുകയോ ഐസ്ക്രീം നക്കി തിന്നുകയോ എന്തുമായാലും നല്ലൊരു സിനിമയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സിനിമ കാണാം. എനിക്ക് നല്ല ഫീൽ എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. അപ്പോൾ ആരും വരാതിരിക്കില്ല, എല്ലാവരും തീർച്ചയായും തന്നെ വരണം. കാരണം ഞാനിപ്പോൾ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇല്ല. എല്ലാവരും വന്ന് തന്നെ കാണുക. വന്ന് കാണുന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് ഇവരെ ഇരുത്തരുത്. നിങ്ങൾ തന്നെ വന്നിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഇവരുടെ സബ്ജക്റ്റ് എങ്ങനെയുണ്ട്? എനിക്ക് ചെറിയൊരു പൂർണ്ണമായിട്ടൊരു പുരുഷപക്ഷ സിനിമയാണ്. സ്ത്രീകൾക്കെതിരെയാണെന്ന് തോന്നുന്നു. അത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ 180 സ്ത്രീകൾ കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. കയ്യടികൾ കൂടുതലും അത് നല്ല സിനിമയാണ്. വലിയൊരു സംഭവം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പുരുഷന്മാർക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സ്ത്രീകൾ അതുകൂടി ഒന്ന് അഡ്രസ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ല, നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണല്ലോ, അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത്? സ്ത്രീകളാണ് സ്ത്രീകൾക്ക് താങ്ങ് കൊടുക്കാൻ നിയമം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിയമം കൂടി നമുക്ക് അനുകൂലമല്ലാതെ അത് പല സ്ത്രീകളും മുതലെടുക്കുന്ന പല സ്ത്രീകളുണ്ട്. ന്യൂനപക്ഷം മുതലെടുക്കുന്നത്. ന്യൂനപക്ഷം മുതലെടുക്കുന്നത് മാത്രമാണ് വിചാരിക്കുന്നത്.